സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇനി മിനിറ്റുകൾ മാത്രമാണ് വടക്കൻ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ളത്. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന വിവരങ്ങൾ എന്താണ് സന്തോഷ്? തീർച്ചയായും മനു, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ തളാപ്പ് മിക്സഡ് സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തളാപ്പ് തെക്കുംഭാഗം പ്രദേശത്തുള്ള വാർഡിലുള്ളവരുടെ വോട്ടാണ് ഈ തളാപ്പ് മിക്സഡ് സ്കൂളിൽ നടക്കുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ വളരെ ആവേശകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കണ്ണൂരിൽ ആവേശകരമായിരുന്നു. കാരണം കണ്ണൂരിൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം LDFന് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും കണ്ണൂർ ജില്ലയിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF ആണ് വിജയിച്ചത്. ഇത്തവണ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് വിജയിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ ആയിരുന്നു. ആ കോർപ്പറേഷൻ കൂടി ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് തുടക്കം മുതൽക്ക് തന്നെ LDF തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായത്. അതുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ശക്തമായിട്ടുള്ള മത്സരം തുടക്കം മുതൽക്ക് തന്നെ മത്സരത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം കണ്ണൂരിൽ ദൃശ്യമാവുകയും ചെയ്തതാണ്. ഏതായാലും തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. മോക്ക് പോളിംഗും ഇപ്പോൾ കണ്ണൂരിലെ പോളിംഗ് ബൂത്തുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 25 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, 8 നഗരസഭകൾ, കണ്ണൂർ കോർപ്പറേഷൻ, അങ്ങനെ 1812 വാർഡുകളിലേക്കാണ് കണ്ണൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് 21 ലക്ഷം വോട്ടർമാരാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുക. കണ്ണൂരിലെ പൊതു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിത്രം തന്നെയാണ് കണ്ണൂരിൽ ഉള്ളത്. ഈ നഗര സഭകൾ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തുകൾ, ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ നഗരസഭകളും എല്ലാം തന്നെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും LDF ആണ് കണ്ണൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വിജയിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ മാത്രമായിരുന്നു LDFന് കഴിഞ്ഞ തവണ കൈവിട്ട ഒരു പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു തദ്ദേശ സ്ഥാപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് തിരിച്ചു പിടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ ആകെ കോർപ്പറേഷനിൽ കോർപ്പറേഷനുള്ള ആകെ വാർഡുകളിൽ കഴിഞ്ഞ തവണ UDFന് 34, LDFന് 19, BJPക്ക് 1 ഒരു ഡിവിഷനിലുമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ കണ്ണൂർ ജില്ലയിൽ ആകെ 8 നഗരസഭകളുള്ളതിൽ 5 കഴിഞ്ഞ തവണ LDF വിജയിച്ചിരുന്നു. 3 സ്ഥലത്താണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. ജില്ലയിൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. അതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF 10 സ്ഥലത്തും UDF 1 സ്ഥലത്തുമാണ് വിജയിച്ചത്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 57 സ്ഥലത്ത് LDFും 12 സ്ഥലത്ത് UDFുമാണ് വിജയിച്ചത്. 2 പഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തന്നെയാണ് ഇത്തവണയും കണ്ണൂർ ജില്ലയിൽ കളമൊരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ആവേശകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിരവധിയായിട്ടുള്ള വിഷയങ്ങളും ചർച്ചാ വിഷയമായി ഉയർന്ന് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും കണ്ണൂർ കോർപ്പറേഷനിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ വികസന മുരടിപ്പായിരുന്നു കണ്ണൂർ കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് പരമാവധി വോട്ടർമാരിലേക്ക് എത്തിക്കാൻ LDFന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് LDFൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ UDFന് പ്രതിസന്ധിയായി നിൽക്കുന്നത് പ്രധാനപ്പെട്ട വാർഡുകളിൽ വിമതരെന്ന് പറഞ്ഞാൽ ശക്തരായ നേതാക്കൾ തന്നെ വിമത സ്ഥാനാർത്ഥികളായി രംഗത്തെത്തി എന്നുള്ളതിൻ്റെ പ്രതിസന്ധി കൂടി UDFന് ഈ കണ്ണൂർ കോർപ്പറേഷനിൽ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവായിരുന്ന PK രാഗേഷിൻ്റെ നേതൃത്വത്തിലുള്ള വിമത മുന്നണി അവർ ഏതാണ്ട് 12ഓളം സീറ്റുകളിൽ കോർപ്പറേഷനിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതും UDFന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ LDF വോട്ടർമാരെ കണ്ടത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപേ അവതരിപ്പിച്ചായിരുന്നു. കണ്ണൂർ ജില്ലയിൽ LDF പ്രധാനമായും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്
പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. അതായത് ഇത്രയും ഒരു തരത്തിലുള്ള ഈ സംസ്ഥാനം ഏതാണ്ട് 9.5 വർഷത്തോളം LDF ഭരിച്ചിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിനെതിരമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്കെല്ലാം തന്നെ അവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു പ്രചരണം UDFന് നടത്താൻ കഴിഞ്ഞിട്ടില്ല.